ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഡയമണ്ട് ഫോർ പൊട്ടിക്കാൻ പോണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി, അതിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് കളിച്ചിട്ട് നമുക്ക് ഷെൽഫിൻ്റെ അവിടെ എന്തെങ്കിലും വിൽക്കാം. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഇടയിലൊക്കെ വിൽക്കാം. ഓക്കെ, എന്നാലും നമുക്ക് പൊട്ടിച്ചു നോക്കിയാലോ. നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛനേടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത്. പിന്നെ ഇല്ലേ ഗൈസ്, എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഞാൻ ലിങ്ക് ഇടാം. നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ അമ്മാവനോടോ ആയിരം ഇത് പറഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറയണം, ഡയമണ്ട് 4 അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളപ്പോട്ടോ പിക്കാസോ അങ്ങനെയൊക്കെ ഷവളോ അല്ലെങ്കിൽ പിക്കേഴ്സുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ പൊട്ടിക്കുന്നതോ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്നാലും ഇത് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കാം. ഓ, എൻ്റെ കത്തിരിക്ക് വേണ്ടിയിട്ടുണ്ടായി. ഗൈസ്, നമ്മുടെ ഡയമണ്ട് 4 പക്ഷെ വളരെ കുഞ്ഞാണ്. എന്താണ് നല്ലത് അത്. എന്നാൽ നമുക്ക് പൊട്ടിച്ചേക്കാം. ബാക്കി വീഡിയോയിലേ നമ്മുടെ ഓർഡർ തന്നില്ലേ അതൊക്കെ വരും. നിങ്ങൾക്ക് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഡയമണ്ട് 4. കണ്ടാ, ഇതാണ് നമ്മുടെ ഡയമണ്ട് 4 എന്ന് പറയുന്നത്. പക്ഷെ വീക്കല്ല, എനിക്ക് കട്ടിയായിട്ടുള്ള ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ വീക്ക നമുക്കൊരു ദിവസം വാട്ടർ കണ്ണിൽ ഇത് കാണാം. ഓക്കെ, നമുക്ക് ഇനി മീഡിയം സൈക്കിന് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് ടോയ്സ് ഇല്ലേ, അത് നമ്മുടെ ഫോണിലേക്ക് ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അമ്മയും അച്ഛനോട് പറഞ്ഞാൽ മതി. പക്ഷെ എൻ്റെ കുറേ കളിപ്പാട്ടൻ്റെ വീഡിയോസോ ടോയ്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഇടുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയില്ലേ ഗൈസ്, നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടൈപ്പിങ് എത്ര അറിയില്ലായിരുന്നു. ഞാൻ പറയട്ടെ, മൈൻക്രാഫ്റ്റ് ഡയമണ്ട് ബ്ലൂ 4 അതായിട്ട് അതിൻ്റെ പേര്. പക്ഷെ ഞാൻ വേറെ സാധനം കാണിച്ചത് ഇതെന്നത്തെ ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ പറയാം. ഞാൻ മുന്നേ ഓർഡർ ചെയ്തതാണ് ഇത്. അപ്പോൾ ഇത് സ്മൈലി ക്രീച്ചേഴ്സൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. എന്താ അറിയോ, ഞാൻ പണ്ട് കാലത്ത് ബോംബെയിലേക്ക് ഇതൊക്കെ കുറേ നല്ല സന്തോഷം ഉണ്ടായി. അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തു. എന്നിട്ട് ഞാൻ പണ്ടൊക്കെ ഇതിലേക്ക് ഇട്ടുപിടിച്ചൊക്കെ എടുക്കും. എന്നിട്ട് ഞാൻ ഇതിന് വേണ്ടാത്ത രീതി പോലെ ഞാൻ ആക്കി കളിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു. എന്നിട്ട് ഷെൽഫിൻ്റെ ഇതിൻ്റെ മേലെ വെച്ചു. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കാം. നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ അത് ഇങ്ങനെ ആക്കാം. പക്ഷെ നിങ്ങളുടെ ഇങ്ങനെ ചെളി മാതിയൊക്കെ കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കഴുകി ഇതാക്കാം. എന്നാൽ പിന്നെ ഈ കഴുകി കളർ പോയാൽ കുഴപ്പമില്ല. പിന്നെ ഡയമണ്ട് 4 ആവും. ഓക്കെ, ഈ ഡോഗ് ഡേ നടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഹാപ്പി ഹാസ്കാറ്റ് എന്ന് പറഞ്ഞല്ല, നിങ്ങൾ റാബിറ്റാണ്. ഇവിടെ ഇങ്ങനെ ഷോക്കുണ്ടോ, ഫ്ലാഷിൻ്റെ പോലത്തെ നിങ്ങൾ കാണാറില്ലേ? അതിൻ്റെ പോലത്തെ തന്നെ ഇങ്ങനെ ഓടും. എന്നിട്ട് ഹാപ്പി സ്കാച്ചിന് ഇങ്ങനെ ജമ്പ് ചെയ്യാം. എന്നിട്ട് മറ്റേ ഇതിൻ്റെ അടുത്ത് ഫോൾ ചെയ്ത് ചാവാം. പക്ഷെ കാറ്റ്നാപ്പാണ് ഏറ്റവും വലിയ ബോസ്. നോർമലി ഇങ്ങനെ കാറ്റാണ് വലുതായിട്ട് കയ്യൊക്കെ ഇങ്ങനെ പൊന്തി. അപ്പം നേരത്തെ അവനില്ലേ വേറെ ഷോപ്പിൽ നമ്മൾ കയറുമ്പോൾ അവൻ്റെ വായി ഇങ്ങനെ ആയിരിക്കും, ഈ വായില്ലേ. പക്ഷെ നോർമലി അവൻ്റെ വായ ഇങ്ങനെയാണ്. പക്ഷെ അവൻ്റെ വായി ഇങ്ങനെ ആയിട്ട് ഇത് ഇങ്ങനെയായി. അപ്പോൾ അവന് കണ്ണൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് കയ്യാണ്. ഈ ബ്ലാക്ക് കണ്ണില്ലേ അതൊക്കെ വെള്ളയാ, ലൈറ്റാ. അവർക്കൊക്കെ നമ്മളൊക്കെ ഡേഞ്ചർ ലൈറ്റൊക്കെ ഓഫ് ആകുമ്പോൾ നമുക്ക് കാണാം. നമുക്ക് അവരെ കാണാം, അവർക്ക് നമ്മളെ കാണില്ല.
പക്ഷെ എന്താ അറിയോ, അവർ കണ്ണിൽ റെഡ് ഇതായി കാരണ. പക്ഷെ അവർ എവിടെയെങ്കിലും ഒക്കെ പോയി വരും. സ്മൈലി ക്രീച്ചേഴ്സൊക്കെ കുഞ്ഞായി വരും. അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ട് ഇങ്ങനെ വെടിവെക്കാം, ഇതുകൊണ്ട് ഉള്ളിൽ അതിന്. പിന്നെ പിഗിയോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഓൾ ദ സ്മൈലി ക്രീച്ചേഴ്സ് ടോയ്സ് അടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കുഞ്ഞുങ്ങളുടെയോ വലിയ ഇതിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ക്യൂട്ടായിട്ടുള്ള സാധനവും ഡോഗിൻ്റെ അങ്ങനെയൊക്കെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓരോ നിങ്ങൾക്ക് കെട്ടുപിടിച്ച് കിടക്കണം അങ്ങനെയൊക്കെ ചെയ്തോ. അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ പോലത്തെ വേറെ പാക്കുട്ടി ഉണ്ട്, വയലറ്റാണ്, കാറ്റ്നപ്പാണ്. അന്ന് അഞ്ഞ് കിടക്കുക. ഇത് ഞാൻ മേടിച്ചു, എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഞാൻ ബോംബെക്ക് ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വരുമ്പോഴേ എന്താ അറിയോ ഉണ്ടായ, നിങ്ങൾക്കറിയില്ല എന്താന്ന്. എൻ്റെ സിസ്റ്ററില്ലേ കുട്ടിയാണ്, ബോംബത്തെ മലയാളമൊക്കെ പറയുള്ളൂ, ചിലപ്പോൾ ഹിന്ദി പറയുക ബാക്കിയുള്ള അടുത്ത്. പിന്നെ അവളുടെ അമ്മയും അച്ഛനൊക്കെ മലയാളം പറയുക. പിന്നെ അവളെൻ്റെ ഞാൻ എനിക്ക് തരാൻ പറഞ്ഞിട്ട് അവള് വാൽ പിടിച്ച് വലിച്ചു, അത് പൊട്ടി പോയി. അപ്പോൾ ഞാൻ എനിക്ക് കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത്, നല്ല വില കേട്ടീനി, കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് മേടിച്ചെനിക്ക് ഇതിൻ്റെ പോലത്തെ. ഇത് മാത്രമല്ല, ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇല്ലേ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിളിച്ചാണ്. ഓക്കെ, വാട്ടർ ഗണ്ണാണ് അതിൻ്റെ പേര്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ മുടി ശരിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ ഇല്ലേ ലൈക്ക് ചെയ്യണം. പക്ഷെ ലൈക്കൊന്നും ചെയ്യണ്ട, ഒരു കുറേ നേരം സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഇല്ലേ, അത് നിങ്ങൾക്ക് തരാം സ്വന്തമായിട്ട്. നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും കൊടുത്തോ. ഓക്കെ, ടാറ്റാ, ലവ് യു, ടാറ്റാ.